ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എഗ്ഗ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണിത്. നമുക്ക് ചിക്കനും ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ് ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു കട്ട്ലറ്റാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നോൺ വെജിൽ എപ്പോഴും നമ്മൾ ഇഞ്ചി ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സമം എടുത്തിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ ചതച്ചതാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കനലിയാണ്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിൽ കറിവേപ്പില ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു സവാള ഇതുപോലെ കനലിയാണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള അരിഞ്ഞതാണ്. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂട്ടാം. ഇതിലോട്ട് തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി. പിന്നെ ഇതിലോട്ട് ചിക്കൻ മസാല ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലാത്തവർ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർക്കുക. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടി കൂടുന്നതാണ്. ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഇതുപോലെ വെള്ള ഒക്കെ പോയ ശേഷം നന്നായിട്ടങ്ങ് ഉടച്ചു കൊടുത്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ട്ലറ്റിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ചേർക്കുമ്പോൾ വെള്ളം ഒട്ടും കിഴങ്ങിലുണ്ടാകാൻ പാടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുഞ്ഞു പീസസ് ആക്കിയിട്ട് വളരെ നൈസാക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് അങ്ങ് വലിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടത്തില്ല. തന്നെയല്ല മുട്ട ഇങ്ങനെ പുറത്ത് ഉന്തി തള്ളി നിൽക്കുന്നത് പോലെ തോന്നും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ കണ്ടോ, നന്നായിട്ട് ഞാൻ കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലൊരു ബോളിൻ്റെ വലുപ്പത്തിൽ ആദ്യം ഒന്ന് കയ്യിലിട്ട് ഉരുട്ടിയെടുത്ത ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോ കട്ട്ലറ്റ്സും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കോട്ടിങ് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഷേപ്സ് ഉണ്ടാക്കിയതിന് ശേഷം കോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് അങ്ങ് ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് മുട്ടയിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് എടുത്ത് പറയണില്ല. പിന്നെ ഞാൻ മുട്ടയിൽ ഒരു ലേശം പാലുകൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് ഇല്ലാതെയാണ് ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. വെറും മുട്ടയിൽ മാത്രം മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യണം ഏറ്റവും നല്ലത്. മുട്ടയിൽ പാല് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയത് മുട്ടയിൽ പാല് ചേർക്കാണ്ട് മുക്കിയിട്ട് ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ പോലെ നമ്മൾ ഫ്രൈയിങ് പാനിൽ നമ്മൾ നിരത്തി വെച്ചിട്ട് അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിക്കുന്നവരും ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ പൊരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് റെഡി ആയിട്ട് തോന്നും. ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട്ലറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്രൗൺ നിറാവുന്നത് വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എഗ്ഗ് കട്ട്ലറ്റ്സ് നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നല്ല കമൻസുകൾ പറഞ്ഞിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.